ആദ്യകാല പെൺ പ്രതിരോധങ്ങളുടെ ഉജ്ജ്വലമായ ചരിത്രമാണ് പൂമാതൈ പൊന്നമ്മയുടെ കഥ. കീഴാള വിഭാഗത്തിൽ പിറന്ന ഒരു ധീര വനിതയായിരുന്നു പൂമാതൈ പൊന്നമ്മ. ജാതി വ്യവസ്ഥയും ജന്മിത്വവും അടക്കി വാണിരുന്ന മധ്യകാല കേരളമാണ് ഈ കാവ്യത്തിന്റെ സന്ദർഭം. കഥ ഇങ്ങനെ: സുന്ദരിയായ പൂമാതൈ പൊന്നമ്മയോട് ആർത്തി തോന്നിയ നാടുവാഴി തൻ്റെ ആഗ്രഹപൂരണത്തിനായി അവളെ സമീപിക്കുന്നു. പ്രലോഭനത്തിനും ഭീഷണിക്കും വഴങ്ങാത്ത പൂമാതയ്ക്കെതിരെ നാടുവാഴി അപവാദ പ്രചരണം നടത്തുന്നു. കള്ളക്കഥ വിശ്വസിച്ച ഗോത്ര മൂപ്പന്മാർ പൂമാതയുടെ മുഖവും മുലയും അരിഞ്ഞു കളഞ്ഞ് കത്തിക്കാൻ കൽപ്പിക്കുന്നു. ശിക്ഷ ഏറ്റുവാങ്ങി മുഖവും മുലയും കത്തിക്കരിഞ്ഞ് തീപ്പന്തമായി മാറുന്ന പൂമാതൈ താൻ ഇതിന് പകരം ചോദിക്കുമെന്ന ക്രോധത്തോടെ ശപഥം ചെയ്യുന്നു. ഭയന്നു വിറച്ച ആയിത്തിര എന്ന സ്ത്രീ സത്യം വെളിപ്പെടുത്തുന്നു. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ ജനം നിലവിളിയോടെ ഓടിയെത്തുമ്പോൾ പൂമാതൈ ചതുരക്കിണറ്റിൽ ചാടി മരിക്കുന്നു. തൽക്ഷണം നാടുവാഴിയുടെ ഇല്ലം അഗ്നിയിൽ എരിഞ്ഞമർന്നു. പൂമാതൈ ദൈവക്കരുവായി മാറി. ഉത്തര മലബാറിൽ ഇന്നും ഏറെ പ്രചാരത്തിലുള്ള ഈ ഫോക്ലോർ ദുരന്ത കാവ്യത്തിന്റെ നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയത് ഇൻഫിനിറ്റി ഡാൻസ് അക്കാഡമിയിലെ കാർത്തിക് മോഹനാണ്. വേദിയിൽ അവതരിപ്പിക്കുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായ അമ്പിളി ടി കെ. പൂമാതൈ പൊന്നമ്മ.